നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മിഥുന മാസം 21 തീയതി 2024 ജൂലൈ മാസം 5 തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്ന് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ്. മാത്രമല്ല വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച പൊതുവേ നല്ല ദിവസമാണ്. ഇന്ന് ആഴ്ച കൊള്ളാം. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം നല്ല നക്ഷത്രമാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് അമാവാസിയാണ്. പൗർണമിയുടെ നേരെ ഓപ്പോസിറ്റ് ഫലത്തെ കൊടുക്കും അമാവാസി. കർത്തവാവ് ദിവസമാണ്. അപ്പോൾ ഇരുട്ട് വ്യാപിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ഇപ്പോൾ നല്ല ദിവസം, നല്ല നക്ഷത്രം, പക്ഷെ അമാവാസിയാണ്. അതുകൊണ്ട് ആകിലും കർത്തവാവിന് ചെയ്യുന്നതെല്ലാം ഇരുട്ട് വ്യാപിക്കുമെന്നാണ്. അപ്പോൾ ഇരുട്ടത്തായി പോവും. ഇരുട്ടെന്ന് വെച്ചാൽ പ്രകാശം കിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നെഗറ്റീവായി മാറും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്കും മിഥുന മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം. കാരണം അമാവാസിക്കാണ് വന്നത്. വെള്ളിയാഴ്ച നല്ലതാണ്, ശുക്രൻ്റെ ദിവസമാണ്, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വരേണ്ട ദിവസം തന്നെയാണ്. പക്ഷെ അമാവാസിക്ക് ഫലവും കൂടി നിങ്ങളെ ബാധിക്കും. അമാവാസിക്ക് വരികയാൽ ഇരുട്ട് വ്യാപിക്കും, പലതരത്തിൽ തടസ്സങ്ങൾ കൂടും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും, രോഗായ ദുരിതങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ വേദനിപ്പിക്കുന്ന അവസ്ഥാവിശേഷം നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അമാവാസിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളും പൗർണമി പൂജ ചെയ്യണം. അമാവാസിക്ക് ഓപ്പോസിറ്റായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി പൗർണമി പൂജ ചെയ്യണം. എല്ലാ മാസവും പൗർണമിക്ക് ദേവീക്ഷേത്രത്തിൽ പോയി പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുകയോ പൗർണമി വ്രതം നോക്കുകയോ ചെയ്യുമ്പോൾ അമാവാസിയുടെ നെഗറ്റീവ് കുറയും. അതുപോലെ നിങ്ങൾ ഒരു ഉമാമഹേശ്വര യന്ത്രം, ഉമാമഹേശ്വരൻ ശിവനും ശക്തിയും, ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടി ശിവശക്തി ചക്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കെട്ടിക്കൊള്ളുക. ഈ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. ഇന്ന് രാവുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 10:30 മണി മുതൽ 12 മണി വരെയാണ് രാവുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവുകാല സമയം നമുക്ക് 10:30 മണിക്കല്ല, 10:55 തൊട്ട് രാവുകാലം ആരംഭിക്കുകയുള്ളൂ. 12:29 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം യാത്രയ്ക്ക് ശുഭകാര്യങ്ങൾക്കൊന്നും യാത്ര തിരിക്കരുത്. ആ യാത്ര അതിൽ നിന്ന് രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ആക്കി മാറ്റിവെക്കുക. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:05 തൊട്ട് 12:53 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അത് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. എടുത്തുകൂടാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാലവും. അപ്പോൾ ഇന്ന് ഗുളികകാല സമയം വരുന്നത് 7:46 തൊട്ട് 9:21 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായി ചുവന്ന കളറിലുള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ചുവപ്പ് കളറ് ഉൾപ്പെടുത്തി വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ചുവന്ന കുറി തൊടുക, അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പ് കയ്യിൽ ധരിക്കുക. ഇതൊക്കെ നമുക്ക് പ്രകൃതിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ലഭിക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.